പാട്ടുകൊണ്ടും കല കൊണ്ടും സർഗാത്മക കൊണ്ടും പലസ്തീനിൽ അതിജീവനത്തിന് വേണ്ടി പോരാടുന്ന നമ്മുടെ സഹോദരങ്ങൾക്കൊപ്പം ഐക്യപ്പെട്ട് പ്രോജ്വലമായി തെരുവിലേക്കിറങ്ങിയ SIOയെ, ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കാൻ, അഭിവാദ്യം ചെയ്യാൻ ഈ സമയത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി, മാസങ്ങളായി, ഏതാണ്ട് ഒരു വർഷക്കാലത്തിനടുത്തായി നമ്മളൊക്കെ നിരന്തരം പല പരിപാടികളിൽ, റാലികളിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള സംഗമങ്ങളിലെല്ലാം സംബന്ധിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പാലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തിന് മുകളിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിൻ്റെ ഒട്ടനവധി മൃഗീയമായ ചിത്രങ്ങൾ നമ്മൾ കാണുകയാണ്. മൃഗീയമെന്ന് പറയാൻ സാധിക്കില്ല. മൃഗങ്ങളൊക്കെ വേട്ടയാടുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്. ആ വേട്ടയാടുന്ന സമയത്താണ് ഇരകളെ അത് പ്രയാസപ്പെടുത്തുക. പക്ഷേ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മൃഗീയത്തെക്കാൾ ഭീകരമായിട്ടാണ്. ആ മനുഷ്യർക്ക്, പലസ്തീനിലുള്ള മനുഷ്യർക്ക് അവൻ്റെ ജീവിക്കാനുള്ള അവകാശത്തെയെല്ലാം യാതൊരു ദയാദാക്ഷിണ്യവും കൂടാതെ ഇല്ലാതാക്കി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമല്ല, എത്രയേറെ കുട്ടികളടക്കമുള്ള മനുഷ്യ ജന്മങ്ങളാണ് അവിടെ മരിച്ചു വീഴുന്നത് നമ്മൾ കാണുകയാണ്. ഈ അടുത്ത കാലത്ത് പലസ്തീൻ അംബാസഡർ അദ്ദേഹം കോഴിക്കോട് വന്നപ്പോൾ സംസാരിക്കാനുള്ളൊരു സാഹചര്യമുണ്ടായി. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും 30,000-ഓളം മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാളുമൊക്കെ എത്രയോ മനുഷ്യരാണ് മണ്ണിനടിയിലും മരണപ്പെട്ട് കിടക്കുന്നതുമായിട്ടുള്ള സാഹചര്യങ്ങൾ അവിടെയുള്ളത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് വീണ്ടും പലസ്തീനിൽ ഇങ്ങനെ അക്രമങ്ങൾ കൂടി ഇടക്കാലത്തൊന്ന് അവസാനിച്ച് നിൽക്കുമ്പോഴാണ് ഗാസയിൽ മേൽ ഇസ്രായേൽ നടത്തുന്ന അതിഭീകരമായിട്ടുള്ള അധിനിവേശം അവസാനിക്കുന്നു എന്നുള്ള ഘട്ടത്തിൽ നിന്നാണ് കഴിഞ്ഞയാഴ്ച നമ്മളൊക്കെ കാണുന്നത് ആ ഗസയിൽ, പാലസ്തീനിൽ ദുരിതമനുഭവിക്കുന്ന മനുഷ്യർ ഓടിച്ചു നിരന്ന റഫ എന്ന് പറയുന്ന പ്രദേശത്ത്, ആ പ്രദേശത്തിന് മുകളിലേക്കും ഇസ്രായേൽ നടത്തുന്ന അതിഭീകരമായ കടന്നുകയറ്റം കണ്ണും മൂക്കുമില്ലാതെയാണ്. ആ മനുഷ്യരെയെല്ലാം വേട്ടയാടി, അവിടെയുള്ള മനുഷ്യജന്മങ്ങളെ ആകെ വേട്ടയാടി അവർ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിൽ, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ആ ഇസ്രായേൽ നടത്തുന്ന ഇത്തരം നടപടികൾക്കെതിരെയാണ് ലോകം ഒരുമിച്ച് പോരാടുമ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നും മതത്തിനും ജാതിക്കും വർണ്ണത്തിനും വർഗത്തിനും എല്ലാം അതീതമായി മനുഷ്യരെല്ലാവരും ഒന്നിച്ച് പാലസ്തീന് ഐക്യപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഈ ഘട്ടത്തിലാണ് നിങ്ങൾ ഇതുപോലെ ഇവിടെ ഇരിക്കാൻ തീരുമാനിച്ചത്. നിങ്ങൾ ഇവിടെ ഇതുപോലെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ, നിങ്ങളുടെ ആ പാലസ്തീൻ ജനങ്ങൾക്കൊപ്പമുള്ള നിങ്ങളുടെ ഐക്യപ്പെടലിനെ അങ്ങേയറ്റം അഭിനന്ദിക്കാനും നന്ദിയോടെ ഒരു മനുഷ്യനെന്ന രീതിയിൽ, പാലസ്തീനിലെ ജനങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ നിങ്ങളെ നന്ദിയോടെ അഭിവാദ്യം ചെയ്യാനും ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഘട്ടത്തിലാണ് ഈ ഇന്ത്യയിൽ നമുക്കറിയാം, മഹാത്മാഗാന്ധി പലസ്തീനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വിഖ്യാതമായൊരു പ്രഖ്യാപനമുണ്ട്. അമേരിക്കക്കാരൻ്റെതെന്ന പോലെ, ബ്രിട്ടൻ ബ്രിട്ടീഷുകാരൻ്റെതെന്ന പോലെ, ഇന്ത്യ ഇന്ത്യക്കാരൻ്റെതെന്ന പോലെ തന്നെയാണ് പലസ്തീൻ ജനതയുടേതാണ്. അങ്ങനെയുള്ളൊരു പ്രദേശത്തെയാണ് ഇന്ന് ഈ രീതിയിൽ, ഭീകരമാം രീതിയിൽ അതിനുമേലൊരു അധിനിവേശം നടത്തിയവർ മുന്നോട്ട് പോകുന്നു. അന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു വെച്ച വാക്കുകൾ പിന്നീട് ഭരിച്ച ഇന്ത്യയുടെ ദേശീയ നേതാക്കളും ഏറ്റെടുത്ത കാഴ്ച നമ്മൾ കാണുകയാണ്. മഹാത്മാഗാന്ധിയുടെ നിലപാടിനൊപ്പം നിന്ന് തന്നെയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുന്നോട്ട് പോയത്. അതിനുശേഷം ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പോകുന്ന ഘട്ടത്തിലൊക്കെ അങ്ങനെ പോയിരുന്ന ഒരാളാണ്. ഒടുവിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന ഘട്ടം വരെ ഇന്ത്യയുടെ നിലപാടും പാലസ്തീൻ ജനതയ്ക്കൊപ്പമായിരുന്നു. അതുകൊണ്ടാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ സ്വജീവൻ വെടിഞ്ഞ് ധീരരക്തസാക്ഷിയായിരിക്കുമ്പോൾ ആ ഇന്ദിരാഗാന്ധിയുടെ മുഖമൊന്ന് അവസാനമായി കാണാൻ പാലസ്തീൻ വിമോചന സമരത്തിൻ്റെ നായകൻ യാസർ അറാഫത്ത് ഇന്ത്യയിലേക്ക് വരികയാണ്. യാസർ അറാഫത്ത് ഇന്ത്യയിൽ വന്ന് ഇന്ദിരാഗാന്ധിയെ കാണുമ്പോൾ നിറകണ്ണുകളുമായി മടങ്ങുന്ന യാസർ അറാഫത്തിൻ്റെ അടുത്തേക്ക് മാധ്യമങ്ങൾ കടന്നു പോകുമ്പോൾ മാധ്യമങ്ങൾ യാസർ അറാഫത്തിനോട് അവരുടെ ആ നിമിഷത്തെ പ്രതികരണം തേടുകയാണ്. യാസർ അറാഫത്ത് പറഞ്ഞത്, എനിക്കെൻ്റെ സഹോദരിയെ നഷ്ടമായി എന്നാണ്. അതായിരുന്നു യാസർ അറാഫത്തും അതായിരുന്നു ഇന്ദിരാഗാന്ധിയും തമ്മിലുള്ള ബന്ധം. അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമായിരുന്നില്ല, അത് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധമായിരുന്നു. ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ച് യാസർ അറാഫത്ത് ഇന്ദിരാഗാന്ധിയുടെ സഹോദരനും, യാസർ അറാഫത്തിനെ സംബന്ധിച്ച് ഇന്ദിരാഗാന്ധി യാസർ അറാഫത്തിൻ്റെ സഹോദരിയുമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തെ ഇന്ത്യയും പാലസ്തീനും അടങ്ങുന്ന ലോകരാജ്യങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. അങ്ങനെയുണ്ടായിരുന്ന ഒരു രാഷ്ട്രം, അങ്ങനെയുണ്ടായിരുന്ന ഒരു ഇന്ത്യ, നമ്മൾ ഇവിടെ നിന്ന് പാലസ്തീൻ ജനതയ്ക്ക് ഐക്യപ്പെടുമ്പോൾ
നമ്മളുടെ നാടിനുണ്ടായിട്ടുള്ള മാറ്റവും നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഒരു തരത്തിലും ഒരു ബാധ്യതകളുമില്ലാതെ, ഒരു നിബന്ധനയുമില്ലാതെ ഇന്ത്യ എന്നും പാലസ്തീൻ ജനതയ്ക്കൊപ്പമായിരുന്നുവെങ്കിൽ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച ഭരണാധികാരികൾ എവിടെയെല്ലാമോ വെച്ച് നമ്മളുടെ നാടിൻ്റെ, നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ മൂല്യങ്ങൾ ഇല്ലാതാക്കി മുന്നോട്ട് പോയി എന്നതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് ലോകരാജ്യങ്ങൾ പ്രതീക്ഷയോടെ ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ, ലോകരാജ്യങ്ങൾ, എല്ലാ രാജ്യങ്ങളും എല്ലാ കാലത്തും ഈ ലോകത്തിൻ്റെ പല വിഷയങ്ങളിൽ നിലപാട് പ്രഖ്യാപിച്ച ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ നിലപാടറിയാൻ നോക്കുമ്പോൾ ദൗർഭാഗ്യവശാൽ പാലസ്തീനൊപ്പം നിൽക്കേണ്ടിയിരുന്ന ഇന്ത്യ അന്നത് ചെയ്തിട്ടില്ല എന്നുള്ളത് ഖേദത്തോടെ നമ്മൾ ഓർക്കുന്നു എന്ന് മാത്രമല്ല, ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ശിരസുയർത്തി നിന്നിരുന്ന ഇന്ത്യയെ തലതാഴ്ത്തുന്ന സാഹചര്യത്തിലേക്ക് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ കൊണ്ടുപോയിട്ട് 1 വർഷക്കാലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ഇന്ത്യയുടെ രാഷ്ട്രത്തലവനോ ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികളോ അവരുടെ നിലപാട് എന്തുമാകട്ടെ, പക്ഷേ നമ്മളെ സംബന്ധിച്ചു ഈ രാജ്യത്തെ മനുഷ്യനെന്ന രീതിയിൽ, ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെന്ന രീതിയിൽ നമ്മളെ സംബന്ധിച്ച് ആരെന്ത് പറഞ്ഞാലും, ലോകത്ത് നിന്ന് ആരെന്ത് പറഞ്ഞാലും മരണം വരെയും പാലസ്തീൻ ജനതയ്ക്ക് ഒപ്പം നിൽക്കുക എന്നതാണ് കാലം നമ്മോട് ആവശ്യപ്പെടുന്നത്. ആ കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ച നിങ്ങൾ ഓരോ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സമരത്തിൽ നിങ്ങൾക്കൊപ്പം ഞങ്ങളുമുണ്ട് എന്നുള്ള ഐക്യദാർഢ്യം മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി സംഘാടകരെ അഭിവാദ്യം ചെയ്യുന്നു.